മാസത്തിലെ സിനിമകളുടെ കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരുന്ന ഒരു സാധനം. അത് ജയബാബു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ന്യായീകരിക്കുകയാണോ അല്ലെങ്കിൽ അതിന് രണ്ട് വശവും വന്നിട്ടുണ്ട്? ഞാൻ അതിനെതിരാണ്. ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. കാരണം അതിന് ഞാൻ അതിന്റെ വ്യക്തമായ റീസൺസ് പറഞ്ഞിട്ട് അതിന്റെ ഒരു വിക്ടിമും കൂടാണ് ഞാൻ. വിക്ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അത് ഡെസ്റ്റിനിയാണെന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഈ സിനിമ കൺസീവ് ചെയ്തപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഇതെനിക്ക് ഒറ്റ ചെയ്യാൻ പറ്റില്ല, അത്രയും ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ല, അത്രയും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ അത്രയും ക്യാഷ് ഫ്ലോ ഇല്ല. അപ്പോൾ ഇതിനൊരു പ്രോപ്പർ ഇത് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം 2024 തന്നെ ഇതുമായിട്ട് പല ബോംബെ സ്റ്റുഡിയോസിലും പോവുകയും ഒരു ടോപ്പ് സ്റ്റുഡിയോയുമായിട്ട് ഞാൻ എഗ്രിമെന്റ് ഡിസ്കസ് ചെയ്തു. ഫൈനലി ദേ എഗ്രീഡ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രസന്റേഷൻ ഉണ്ട്. കോർപ്പറേറ്റ് നേരത്തെ നമ്മൾ എന്താ കൊടുക്കുന്നത്? മലയാള സിനിമയുടെ വളർച്ച കഴിഞ്ഞ 10 വർഷത്തിൽ പവർ പോയിന്റ് പ്രസന്റ് മലയാള സിനിമയുടെ വളർച്ച 24 ഹിറ്റായ പടങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 24 അവിടെ നിന്ന് നമ്മുടെ ഞാനിത് കൊടുക്കുമ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടത്തിൻ, ബ്രഹ്മയുഗം, അപ്പൊ ഞാൻ ബെസ്റ്റ് ഓഫ് ഞാൻ 15ഓളം അത് A+ ചിത്രങ്ങൾ ഇത്ര കോടി രൂപ ഇതാക്കി. വി ഹാവ് 56 to 70% success ratio in amongst films, whereas Bollywood is 1% എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രസന്റേഷൻ കൈയടിച്ചു. ആടിന്റെ പരിപാടിയൊക്കെ കാണിച്ചു, ഇതിന്റെ ഗ്രോത്ത് പരിപാടികളെല്ലാം കാണിച്ചു, ബഡ്ജറ്റ് വിട്ട് ഇവിടെ വന്ന് കോൺട്രാക്ട് വിട്ട് ആ കോൺട്രാക്ടിന്റെ ഫൈൻ ട്യൂണിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഫെബ്രുവരിയിൽ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ കണക്ക് വരുന്നത് ഇത്ര കോടി രൂപ ലോസ് എന്ന്. പിന്നെ വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല, മെയിലും ഇല്ല. നമ്മൾ വിചാരിച്ചു ഇത് എന്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങളുടെ പ്രസന്റേഷനൊക്കെ ഞങ്ങൾ കണ്ടു, ഒഫീഷ്യൽ കണക്ക് വന്നിട്ടുണ്ട്, അതിന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല. അതിൽ കാരണമുണ്ട്. കാരണം മലയാളത്തിൽ 200ഓളം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ മലയാള സിനിമയുടെ ഒരു പെക്യുലർ. അതായത് ഒരാൾക്ക് ഒരു പടം എടുക്കണമെന്ന് തീരുമാനിച്ചാൽ, ഇപ്പം പല NRI ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, നമ്മളൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോകുമ്പോൾ അവർ പറയും ഒരാഗ്രഹമാണ് ഒരു പടം ചെയ്യണം, അത് പ്രോഫിറ്റ് ഒന്നും വേണ്ട, ഒരു പടം ചെയ്യണം. അത് അദ്ദേഹം എന്തായാലും ചെയ്തിരിക്കും. അങ്ങനെ എത്രയോ പേര് ഇവിടെ ഉണ്ട്. അത് പറഞ്ഞാൽ അല്ല, അവർക്കൊരു പ്രൊഡ്യൂസർ എന്നുള്ള പേര് അറിയപ്പെടുന്ന നല്ലൊരു സിനിമ ആഗ്രഹം. പിന്നെ അവരുടെ വീട്ടിലും എഴുത്തുകാരൊക്കെ ഉണ്ട്, അവർക്ക് ഇന്ന ആൾക്കാരെയൊക്കെ മോഹം കാണിക്കണം, അവരുടെ നാട്ടിൽ പ്രൊഡ്യൂസർ എന്ന് അറിയപ്പെടണം, 2-3 ആക്ടേഴ്സ് ഒക്കെ വീട്ടിൽ വന്നാൽ അത് അവരുടെ ഒരു ആഗ്രഹം. അപ്പം അത് അവർ തന്നെ പറയുന്നുണ്ട്, ലാഭമൊന്നും ഇതല്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഓരോ വർഷവും അങ്ങനെ 15-20 പടങ്ങൾ ഇറങ്ങാറുണ്ട്. അവർ അവധിക്ക് വരുമ്പോഴാണ് ആ പടം ചെയ്യുന്നത്. അവർക്ക് അയ്യോ ഇത് ജൂലൈ ഓഗസ്റ്റ് തീർക്കണം, എനിക്ക് തിരിച്ചൊക്കെ പോണേ. ഞാൻ ചാനലിൽ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ട്, സിനിമയുടെ പേര് ഞാൻ പറയില്ല. അപ്പൊ ഒരു പടം സൂപ്പർ ഹിറ്റ് ആവണം, അത് പ്രതീക്ഷിക്കാത്ത ഒരു പടമാണ് ഹിറ്റ് ആവുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ പ്രപ്പോസൽ സാധാരണ എല്ലാ പടത്തിന്റെയും വരാറുണ്ട്, ഇതിന്റെ പടത്തിന്റെ മാത്രം വന്നിട്ടില്ല, പുള്ളി ചെയ്തിട്ട് പോയി. അപ്പൊ ഞാൻ ഇതിന്റെ PROനൊക്കെ വിളിച്ചിട്ട് ഇതാരാ ഇതിന്റെ പ്രൊഡ്യൂസർ, ഫസ്റ്റ് ഡേ നല്ല അഭിപ്രായം വന്നു. ഞാൻ പുള്ളിയുടെ നമ്പർ എടുത്തു, പുള്ളി ഇവിടെ സൗദിയിലെ കണ്ടാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഇന്ന പടത്തിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ എന്താ കാര്യം, ഞാനല്ല പടം നന്നായിട്ട് പറഞ്ഞേ, അല്ല പടം നല്ല അഭിപ്രായം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങളത് വിൽക്കുന്നുണ്ട്. 1 മിനിറ്റ് തിരിച്ചു വിളിക്കും. അല്ല 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് മതി, എന്തൊക്കെയുണ്ട് വിശേഷം, എവിടെ തോന്നി, പുള്ളി കളഞ്ഞിട്ട് പോയതാ. വെട്ടിയിലാക്കി 6 കൈക്കൂടെ പുള്ളി ഇതൊക്കെ കളഞ്ഞിട്ട് പോയി. പടം റിലീസായി ഭയങ്കര അഭിപ്രായം, ഇതൊരു ഇങ്ങനൊരു വിളി പുള്ളി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോ ഈ കണക്ക് അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഇപ്പം ഒരു A-B-C കാറ്റഗറിയിലേക്ക് സിനിമ കൊണ്ടുവരണം, എന്നിട്ട് കണക്ക് പറയണം എന്നുള്ളതാണ് നമ്മളിപ്പം A ക്ലാസ് എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ സിനിമകളും ആണെങ്കിലും നമ്മളൊരു കണക്ക് കൊടുക്കുമ്പോൾ നമ്മളിപ്പം A ക്ലാസ്സിന് വേണമെങ്കിൽ വൈഡ് റിലീസിന് വെച്ചെടുക്കാം, അല്ലേ? റിലീസിന് വെച്ചെടുക്കാം, വൈഡ് റിലീസ് ചെയ്യപ്പെട്ട പടങ്ങൾ എന്ന് പറയാം, അല്ലേ? 100 തിയേറ്ററിന് മേളിലേക്ക് അല്ലെങ്കിൽ 150 തിയേറ്ററിലേക്ക് മേലെ റിലീസ് ചെയ്ത വൈഡ് റിലീസ് ചെയ്യപ്പെട്ട സിനിമ. വൈഡ് റിലീസ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഡയറക്ടർ, പ്രൊഡക്ഷൻ ഹൗസ്, ആക്ടർ കോമ്പിനേഷന് വലിയ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ B ക്ലാസ് എന്ന് പറഞ്ഞാൽ 100 തിയേറ്ററിൽ റിലീസ് ചെയ്യപ്പെട്ട പടങ്ങൾ, അല്ലെങ്കിൽ 50 തിയേറ്ററിൽ റിലീസ് ചെയ്യപ്പെട്ട പടങ്ങൾ. അപ്പൊ ഈ കാറ്റഗറി അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ A+ കാറ്റഗറി, അതായത് വൈഡ് റിലീസ് ചെയ്യപ്പെട്ട പടങ്ങളിൽ എത്ര ശതമാനം പ്രോഫിറ്റ് ഉണ്ടായി എന്ന് നോക്കുകയാണെങ്കിൽ
മറ്റുള്ള ഇൻഡസ്ട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ഫാർ അഹെഡ് ആണ്. ഇപ്പൊ ഈ ലോക തന്നെ ഈ അതെ, വി ആർ ഫാർ അഹെഡ് ആണ്. അതായത് എക്സ്പെക്ട് ചെയ്ത, അതായത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന പടങ്ങളിൽ കൂടുതലും വിജയിക്കുകയാണ് ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ കണക്ക് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെ കണക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് മലയാള സിനിമയെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. നമ്മൾ ബഡ്ജറ്റുകൾ നമുക്ക് കൂടുതൽ വേണം, നമുക്ക് ഔട്ട്സൈഡ് സപ്പോർട്ട് വേണം. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ കണക്കുകൾ പുറത്ത് വിട്ടാൽ നമുക്ക് ഔട്ട്സൈഡിൽ നിന്നുള്ള സപ്പോർട്ടുകൾ കിട്ടാൻ അത് ബുദ്ധിമുട്ടായി. നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു കോർപ്പറേറ്റ് ലെവൽ ഓഫ് തോട്ട്സ്, അത് ഇപ്പോൾ നല്ലതെന്നും ചെയ്തതെന്ന് പറയുന്നവരുണ്ടാവാം, ഇറ്റ്സ് അപ് ടു. അപ്പോൾ ആ ഒരു രീതി കുറവാണ് എന്ന് തോന്നുന്നുണ്ട്. അല്ല, നമുക്ക് എന്നും ഒരു കോർപ്പറേറ്റ് കൾച്ചർ നിലനിന്നിരുന്നു. പേപ്പർലെസ് ആയിരുന്നേ ഉള്ളത്. വായിലെഴുതി വാക്ക് കൊടുത്തു എന്ന് പറയാറുണ്ട്. നമ്മുടെ മലയാളത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പെക്യുലർ പരിപാടിയാണ്. ഇല്ല, ഞാൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു, കോൺട്രാക്ട് ഇല്ല, മനസ്സിലായി, ഡേറ്റ് കൊടുത്തു, എനിക്ക് ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വാക്ക് കൊടുത്തു. ഇപ്പം നമ്മൾ ഡിയർ അടുത്ത ആഴ്ച നമ്മുടെ ഇത്, അയ്യോ ഞാൻ മറ്റേ ഇദ്ദേഹത്തിന്റെ പടത്തിന് വാക്ക് കൊടുത്തു. അഡ്വാൻസ് വെച്ചോ? ഇല്ല. എഗ്രിമെന്റ് വെച്ചോ? ഇല്ല. അതൊരു പ്രത്യേക തലം ഇപ്പൊ ബാർട്ടർ സിസ്റ്റം നിലനിന്നിരുന്നു പറഞ്ഞാൽ അത് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു ഇവിടെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. കോർപ്പറേറ്റ് വരുമ്പം അതെല്ലാം പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഒഫീഷ്യാലിറ്റി വരും. ഇത്രയും നമ്മൾ സാധാരണ ഒരു ടൈപ്പ് വരുമ്പോൾ ചില ബോംബെ സ്റ്റുഡിയോസിന്റെ പേപ്പർ ആകുമ്പോൾ നമ്മൾ പേടിച്ചു. നമ്മുടെ സ്ക്രിപ്റ്റിനെ കാട്ടി വലുപ്പമുണ്ട് അതിന്. ഒരു ആർട്ടിസ്റ്റ് അഗ്രിമെന്റ് അവർക്ക് വേണ്ടത്, ആർട്ടിസ്റ്റ് അഗ്രിമെന്റ് ഇങ്ങനെ വേണം. നമ്മുടെ സ്ക്രിപ്റ്റിന് 100 പേജേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു 2 പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കോൺട്രാക്ടിന് 150 പേജ് കാണും. അപ്പം നമ്മൾ എന്താ എഴുതി കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം അതൊക്കെ വളരെ കെയർഫുൾ ആവണം. അപ്പം നമ്മളൊക്കെ അതുകൊണ്ട് 3 വട്ടം 4 വട്ടം, ബിക്കോസ് ഇതിനകത്ത് ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് റൈറ്റ്സ്, IP ലോ, ഇപ്പം ഒരുപാട് ലോ വന്നിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഇവർക്ക് അറിയാം. അപ്പം അതുകൊണ്ട് പല അറിഞ്ഞുകൂടാത്ത കോർപ്പറേറ്റ് കൾച്ചറുമായിട്ട് എക്സ്പോസ് ആവാത്ത പല പ്രൊഡ്യൂസേഴ്സിനും ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ എഴുതിയെടുക്കുമ്പോൾ പല ഇതിനിടയ്ക്ക് ഒരു 2014-15 സമയത്ത് DVD റൈറ്റ്സ് കൊടുക്കുന്നതിനോട് OTT റൈറ്റ്സ് എഴുതി വാങ്ങിച്ചുകൊണ്ട് പോയവരുണ്ട്. എത്രയോ സിനിമകൾ പറ്റിക്കപ്പെടുന്നു. OTT എന്നുള്ള വാക്കൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഓവർ ദ ടോപ്പ്, അതായത് DVD എന്ന് എഴുതിയിട്ട് ഇൻക്ലൂഡ്സ് ഓവർ ദ ടോപ്പ് എന്നും കൂടെ എഴുതി വെക്കും. 50,000 രൂപ 25,000 രൂപയ്ക്ക് പല സിനിമകളുടെയും OTT. അത് പിന്നെ ഏതെങ്കിലും OTT വന്നു കഴിഞ്ഞ് പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. OTT ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പ്രൈം വീഡിയോയിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ അവരുടെ പടം കാണുന്നു. ഹേയ്, ഇത് ഞാൻ കൊടുത്തിട്ടില്ലല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചിട്ട്, അണ്ണാ ഇതെനിക്ക് കേസിന് പോകണം. ഞാൻ പറഞ്ഞു, കേസ് വേണം, നിങ്ങൾ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുക്കാൻ അവര് വരത്തില്ല, അവര് പേപ്പറൊക്കെ ചെക്ക് ചെയ്യും, നിങ്ങൾ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണ് DVD കൊടുത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ്. അതിനകത്ത് ലോകത്തുള്ള എല്ലാ റൈറ്റ്സും അവർ എഴുതിയെടുത്തിട്ടുണ്ട് ആ ഒരൊറ്റ പേപ്പറിൽ. ഓവർ ദ ടോപ്പ്, എബോണ്, മറ്റത് മറിച്ചത്, എല്ലാ കാര്യങ്ങളും പോയി കഴിഞ്ഞു.